ഇന്ന് രാവിലെ കിച്ചണിൽ വന്ന് ജനാല തുറന്നപ്പോൾ കണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ മഴ. ഞാൻ ഇന്നലെ രാത്രി തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് കരുതി. പക്ഷെ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് കേട്ടോ പുട്ടുപൊടി തീർന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും കടല വെള്ളത്തിലിട്ടു. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും അപ്പവും കടലക്കറി ആക്കാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും ഒരു അളവ് വേണ്ടേ. ഞാൻ എൻ്റെ ഈ വിരലിൻ്റെ ഒരു സൈസിലുള്ളൊരു കുഞ്ഞ് ഗ്ലാസ്സാണ് കേട്ടോ എടുത്തത്. ഇനി നമ്മൾ ഇതിലായിരിക്കും എല്ലാം അളക്കാൻ പോകുന്നത്. അളവ് തെറ്റിയാൽ പിന്നെ അപ്പം ശരിയാവില്ലടോ. അപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങിയാലോ. ഇനി നമുക്ക് പാൻ എടുക്കാം കേട്ടോ. പാനിലേക്ക് 1/2 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഇടാം. 1/2 ഗ്ലാസ് അരിപ്പൊടിക്ക് 3/4 ഗ്ലാസ് വെള്ളം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് കളയാം കേട്ടോ. കട്ടയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് പാന് അടുപ്പിൽ വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൈ വിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഒരു 1-2 സെക്കൻഡ് ഇളക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ കുറുകി വരും കേട്ടോ. വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഈ ഒരു പാവാകുമ്പോഴേക്കിനും ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സിയുടെ വലിയ ജാറിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം കേട്ടോ. 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയും പിന്നെ നമ്മൾ കുറുക്കി വെച്ച ആ അരിപ്പൊടിയും പിന്നെ മധുരത്തിന് ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും അതിനുശേഷം ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പത്തിനുള്ള ബാറ്റർ റെഡി. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ ചേർത്തുകൊണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും ചേർക്കണ്ട. ഡയറക്റ്റായിട്ട് അപ്പം ചുട്ടെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം റെഡി. അപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.